الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا وأنه كان يقول سفيهنا على الله. ആത്മീയ വിളക്കായ നമ്മുടെ പള്ളി മദ്രസകൾക്കൊക്കെ തുടക്കക്കാരൻ കൂടിയായ പൊന്നാനി വലിയ ജാറത്തിനെന്ത് വിശ്രമം കൊള്ളുന്ന ഐദ്രോസി സാധാരണയുടെ പ്രപിതാവിൻ്റെ ആ പരമ്പരയിലെ അനുഗ്രഹീത സാന്നിധ്യവും ഒരുപാട് ആത്മീയ സരണിയുടെ വഴികാട്ടിയും ഒക്കെയായ മഹാനായ സയ്യിദ് മുഹമ്മദ് കൊച്ചുബായ തങ്ങളുടെ ആണ്ട് ദിനമാണ് ജമാഅത്തുൽ ആഖിർ 21. അന്ന് നമ്മളിങ്ങനെ സിയാറത്തും മറ്റുമൊക്കെ വളരെ ഭംഗിയായി അവിടുത്തോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാറുണ്ട്. ഈ വർഷം തങ്ങന്മാരും അതുപോലെ തന്നെ നാട്ടിലെ കാരണവന്മാരും ഒക്കെ നേരെ ആഗ്രഹിച്ചത് പ്രകാരം മഹല്ല് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും മഹല്ല് കമ്മിറ്റി ചുമതല ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യത്തെ ആണ്ട് നേർച്ചയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഫാത്തിഹയും ഇഖ്ലാസും ഓതി തങ്ങന്മാരുടെ നേതൃത്വത്തിൽ ഒരു സിയാറത്ത് നടത്തുകയും അതിനുശേഷം അല്പം മൗലീദ് ഓതി ഒരുപാട് ആളുകൾ ഖത്മൊക്കെ ഓതിയിട്ടുണ്ട് ഈ ഉറൂസിനോടനുബന്ധിച്ച്. അതിൻ്റെ ഒക്കെ പൂർത്തീകരണമായി യാസീൻ ഓതി നമ്മളൊരു സമാപന ദ്വായം നടത്തി ഒരു ചെറിയ അനുസ്മരണവും നടത്തി ഇൻഷാ അല്ലാഹ് ഇവിടെ കൊണ്ടുവന്ന് ശീലയും കഴിച്ച് ഈ വർഷത്തെ നമ്മുടെ ഈ ആണ്ട് നിറച്ച പരിപാടി അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. തുടർ വർഷങ്ങളിൽ വിപുലമായി തന്നെ നാടിൻ്റെ നന്മക്കും ആളുകളിലെ ഈമാനിക വെളിച്ചം വർദ്ധിപ്പിക്കുന്നതിനും മഹത്തുക്കളോടുള്ള ആദരവ് നിലനിർത്തുന്നതിനുമായുള്ള പരിപാടികൾ നമുക്ക് ക്രമീകരിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഖാം സിയാറത്ത് ഇൻഷാ അല്ലാഹ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്.
സൗകര്യമുള്ള സ്ഥലത്ത് എത്തിച്ചേരും. എന്നോട് ചേർന്ന് നിൽക്കാൻ പറ്റുമെങ്കിൽ എങ്ങോട്ട് നമ്മുടെ മഹലിന്റെ ആദ്യത്തെ ഖത്തീബാണ് മുസ്തഫ തങ്ങൾ. ഇൻഷാ അല്ലാഹ് അദ്ദേഹം പാർട്ടി വിളിച്ച് നമുക്ക് തുടങ്ങിയിട്ട് ഈ മഹലിൽ 40 കാര്യങ്ങളുള്ള 50 കൊല്ലത്തോളം ഇവിടെ ഹത്യമായിട്ടുണ്ടായിരുന്നു. ഒരു കാലത്ത് വളരെ അധികം ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാവരും ഉണ്ട് ഇവിടെ. പക്ഷേ അന്നത്തെ കാലത്ത് പ്രായമുള്ളവർ പെട്ടെന്ന് എന്നെ കണ്ടാൽ അറിയും, ശേഷം വന്നവർ അറിയില്ല. കാരണം നമ്മൾ ചെറുപ്പക്കാരാണൊക്കെ. ഓസ്വാനത്താല നമ്മളെ ഈ ഒരുമിച്ച് കൂടിയ ഉദ്ദേശമുള്ള നിറവേറ്റി തരുമാറാണ്. എല്ലാവർക്കും മക്സൂദുകളും ഉദ്ദേശങ്ങളും ഉണ്ട്. ആ ഉദ്ദേശമുള്ള സുബ്ഹാനഹു ഈ മാസത്തിന്റെ 47ാമത്തെ അതെ 46ാമത്തെ ആണ്ടാണ് ഈ വന്നത്. പറയാനെങ്കിലും പറയാധികണ്ട്. വല്യപ്പ ഞങ്ങളെ പേരക്കുട്ട ഞങ്ങൾ എന്നൊക്കെ വളർച്ചയും കൊണ്ടുവന്നു പല സ്ഥലത്ത് കൊണ്ട് പിന്നെ അടിപൊളിക്കാൻ വേണ്ടിയിട്ട് പൊന്മുണ്ടം എന്ന സ്ഥലത്താണ് എന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെയാണ് ഞാൻ കുറച്ച് കാലം കിതാബൊക്കെ അവിടെ മോടിയത്. ശേഷം ഇവിടെ വന്നതിന് ശേഷം എന്നെ ഇവിടെ ഹത്തീബായിട്ട് ബഹുമാനപ്പെട്ടവർ എന്നെ ആക്കി പുസ്തകം തന്നെ ഇവിടെ ഹത്തീബായിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് നിർത്തി വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പോകണം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു 10-18 കൊല്ലം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. എങ്കിലും എനിക്ക് റഹ്മാൻ റബ്ബ് എനിക്ക് ആ ഒരു കാര്യം എനിക്ക് സാധിച്ചു തന്നതിൽ വളരെ പല 12 സ്ഥലത്ത് ഞാൻ ഹത്തീബായി നിന്നിട്ടുണ്ട്. തൃശ്ശൂർ, കാണിപ്പയ്യൂർ, എഴുപപ്പെട്ടി ഇവിടൊക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയപ്പാടെ ആ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു ധൈര്യമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അവിടെ ഒരു നിക്കാഹ് ഞാൻ ചെയ്തത് ആരൊക്കെ പറയാ നമ്മളെ ബർമ്മ കുഞ്ഞുമോൻ സ്റ്റൈലിൻ്റെ ഒരു മകളായിരുന്നു എനിക്ക് ഓർമ്മ വന്നത്. അന്നാണ് ഞാൻ നിക്കാഹ് ചെയ്തത് ഫസ്റ്റ് ടൈം. പിന്നെ അതിന് ശേഷം ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും എനിക്കത് സാധിച്ചു തന്നു. ഇപ്പോൾ ഞാൻ പിന്നെ നിലകൊള്ളുന്നത് ചാവക്കാട് അടുത്ത് കീക്കോടാണ്. അവിടെ ഞാൻ എൻ്റെ വീണ്ടും ഒക്കെ എൻ്റെ മക്കൾക്ക് അവിടെയും മക്കൾ ഇവിടെ എല്ലാം പുറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്ദേശമുള്ള നിറവേറ്റി തരുമാറാവട്ടെ. കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ ഇവിടുത്തെ ഹത്തീബ് ഈ ഉസ്താദ് അവറുകൾ മസ്താൻ അരിമുട്ട മസ്താൻ മകൻ്റെ അവിടെ നിങ്ങളുണ്ടല്ലോ ഇവിടെ പാർട്ടി വിളിക്കുന്നുണ്ട്. എല്ലാവരും അത് കൊടുക്കണ്ട. إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس
من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സിയാറത്തിന് സാദാത്തിന് നേതൃത്വം നൽകും. അത് കഴിഞ്ഞാൽ അല്പം മൗലീദ് ഓതി യാസീനും ഇഖ്ലാസും ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടമായി ദുആ ചെയ്ത് പിരിയും. آمين آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد صلاة تنجينا بها جميع الأهوال والآفات وتسلمنا بها جميع الأسقام والآفات وتطهرنا بها جميع السيئات وتقضي لنا بها جميع الحاجات وتغفرنا بها جميع الخطيئات وترفعنا بها عندك أعلى الدرجات وتقلينا بها كسل الآيات وجميع الخيرات في الحياة بعد الممات. اللهم صل على سيدنا محمد وعلى آل سيدنا وعلى محمد. اللهم اغفر مثل سماء ما قرأناه من القرآن النبي وما صليناه وما سلمناه وهذه هدية باصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أبدا إلى حضرة نبينا شفينا نبينا حبيبنا سيدنا محمد صلى الله عليه وسلم. سمع إلى أرواح آبائه وأخوانه الأنبياء المرسلين وإلى أرواح أزواجه الطاهرات أمهات المؤمنين والطاهرين لهم بإحسان إلى يوم الدين وعلينا محفوظ بهم برحمتك يا أرحم الراحمين. وإلى أرواح أصحاب السادات البدريين الأحمديين بقية الصحابة كلهم أجمعين رضوان الله تعالى كلهم أجمعين. ثم إلى أرواح شيخنا وسادتنا وصلى الله عليه محي الدين عبد القادر الجيلاني ثم إلى رسالة في سيد أحمد الكبير فإن صلى الله عليه وسلم. ثم إلى سلطان الخواجة محي الدين الچشتي قدس الله سره. ثم إلى أرواح جميع الأولياء والعلماء والشهداء والصديقين الصالحين وإلى أرواح خير الخير كلهم أجمعين وإلى أرواح جميع الأولياء الله تعالى من مشاعرك إلى رزق ومصائب المصائب كلهم أجمعين. اللهم يسر لنا مع راحة قلوبنا وأولادنا السلامة والعافية في الدنيا والآخرة بشكرك وإلى أشرف الأكبرين. وإلى أرواح من في هذا المقبرة جدي وأولاده وأفراده يا أرحم الراحمين. اللهم ارفع درجاتهم في الجنة وإلى أرواح من دفن في حوالينا. اللهم اجعل ثواب ذلك الكافر لنا ولهم من النار واجعل ثواب ذلك فداء لنا ولهم من النار. اللهم أنش أشقهم وآمن رواتهم ونبر ملتهم وارفع درجاتهم وكن خفية. اللهم اجعل قبورنا وقبورهم روضة من رياض الجنان على اجعل قبورنا وقبورهم مغفرة من رياض النيران. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا بشرك القبور. اللهم أشهدنا غدا تحت لواء المعبود مع النبيين والصديقين الصالحين. اللهم اجمع بيننا وبينهم في دار جناتك النعيم. اللهم بحقهم وجاههم كرامات لديك حسن أمورنا وقر حاجاتنا واشف مرضانا ومرضى يا شافي الأمراض. اللهم عافنا من كل بلاء الدنيا ومصيباتها وفتنة عذاب القبر. اللهم اهدنا للكتاب والسنة ومتنا لما اتبع. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وقلبا خاشعا وعمرا طويلا في طاعتك طويلا. اللهم بارك لنا في كل أعمالنا وزيارتنا هذا يا رب العالمين. اللهم انزل لنا بركة جميلة جزيلة باقية دائمة إلى القيامة بها ولا أشرف المقبولين. اللهم انصر من نصر دين سيدنا محمد صلى الله عليه وسلم. اللهم ارنا الحق حقا وارزقنا اتباعه وارنا الباطل باطلا واتباعه. اللهم ربنا هب لنا من ازواجنا وذريتنا قرة اعين واجعلنا للمتقين اماما. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم احفظ المؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم الاموات. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولاساتذتنا ولجيراننا واحبابنا ولمن يكون علينا ولمن أوصانا بالدعاء وإبراهيم سيدنا محمد صلى الله عليه وسلم. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله.
اللهم توفنا مسلمين أهلكنا بالصالحين اللهم توفنا مسلمين أهلكنا بالصالحين اللهم توفنا مسلمين أهلكنا بالصالحين اللهم أنت ولينا في الدنيا وفي الآخرة توفنا مسلمين أهلكنا بالصالحين اللهم ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ولإخواننا سبقونا بالإيمان آمين 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 برحمتك يا أرحم الراحمين صلى الله عليه وسلم അസ്സലാമു അലൈക്കും. ഇവിടെ മറുപടിക്കുന്ന നമ്മുടെ ജിബ്ബർ സയ്യിദ് മുഹമ്മദ് കൊച്ചുവാഴ്ച ഇവിടെ പാപ്പയുടെ പൊന്നാനി ജാഥ മറവേറ്റിരിക്കുന്നു. അവരുടെയും ആണ്ടി അവരുടെ പാപ്പയുടെ പൊന്നാനി മറപ്പെട്ടിരിക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ റോസി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് 30ാമത്തെ പേരക്കുട്ടിയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ റോസി പൊന്നാനി മറപ്പെട്ടിരിക്കുന്നത്. അവിടുന്ന് 7ാമത്തെ പേരക്കുട്ടി, അതായത് 47ാമത്തെ പേരക്കുട്ടിയാണ് നമ്മുടെ വെട്ടിപ്പം. അവരുടെ ആണ്ടാണ് ഈ വരുന്ന വ്യാഴാഴ്ച, അതായത് ജമാഅത്തുൽ ആഖിർ 24. കഴിയുന്നവർക്ക് പങ്കെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരും ജാഹ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ സാലിഹായ മുറാദുകളും മനസ്സിലാക്കി തരട്ടെ. നമ്മുടെ എല്ലാവരെയും ഇസ്സത്തോടും ബർക്കത്തോടും എല്ലാ ഹാജത്തും നിർവഹിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ 6 കാര്യം പണിയെടുത്ത് പുരോഗമിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സഹകരിപ്പിക്കുന്ന എല്ലാവർക്കും അർഹമായ ഫലഫലം നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനി ഈ ആണ്ട് മത്സരത്തോടനുബന്ധിച്ച് അല്പം മൗലിദ് ഓതി ഇൻഷാ അല്ലാഹ് ഒരു അനുസ്മരണവും നടത്തി യാസീൻ നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. ഇനി പെങ്ങന്മാരും കാരണന്മാരൊക്കെ അവിടെ ചെയറിട്ടിട്ടുണ്ട്, അവിടെ ഇരിക്കാം വിശാലമായിട്ട്. പിന്നെ കുറച്ചുകൂടി ചെയർ കൊടുത്തിട്ടെടുത്താൽ മറ്റുള്ളവർക്കും ഇരിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق ما لمن ألوذ به سواك عند حلول للحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يذيق رسول الله جاهك بي إذا الكريم تهلى باسم منتقم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفسي لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام لعل رحمة ربنا يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا
يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم والتف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينحزم وأذن لصحبي صلاة منك دائمتي على النبي بمنحل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم ما رنحت عذابات الباني ريح صبا وأطرب العيساحات بالعيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير بن طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. بسم الله الرحمن الرحيم. سبحان الذي أبدله في شكل ربي الأكبر قمرنا في الهدى وجد نوره بالخلق العالمي وصلى الله محمدا أخرجه في آخر الزمان كما قدر وهكذا وألبسه خلعة الجمال التي لن يلبسها فلوجهه مخدر قمر القدر ألا هو الذي توسل به آدم عليه السلام وافتخر بقوله والد واستغاث به نوح عليه السلام فنجا من الرضا وقال في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لحظها مخمصة أمه آمنة حين حملت به ملائكة السماء مكذا ودخل عليها الأنبياء وهم يقولون لها إذا رأت شمس الفلاح والهدى فسميه محمدا. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي
الله عز وجل قبل أن يخلق آدم عليه السلام بألفي عام يسبح الله ذلك النور وتسبح الملائكة بتسبيح. فلما خلق الله تعالى آدم عليه السلام ألقي ذلك النور في طينته فأحبطني الله في صلب آدم وجعلني بالسفينة بصلب نوح عليه السلام وجعلني بالصلب لخليل إبراهيم وألقني في النار ولم يزل ينقلني ربي من الأسلام الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاه قط. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. أنت تطلع بيننا في الكواكب كالبدور بل ما أشرف منه يا سيدي خير النبي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. ارتكبت على الخطا غير حسر وعذر لك أشكو فيه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. إننا نرجو إلى كأس حولك للعطش يوم نشر كتابي يا سيدي خير النبي. الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضاع يا سيدي خير النبي. الصلاة على النبي كل وقت دائما لها نجم في السماء سيدي خير النبي. حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا. എല്ലാവരും ആത്മാർത്ഥമായി മഹാനായ കൊച്ചുവായത്തങ്ങളും അതുപോലെ തന്നെ കുഞ്ഞിത്തങ്ങളും ഉൾപ്പെടെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സാധാർത്ഥ്യങ്ങളിലേക്കും ഒട്ടരികിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ പൂർവീകരായ നമ്മുടെ മുമ്പേ കടന്നുപോയവർ അലിക്കുട്ടി മസ്താൻ ഉൾപ്പെടെയുള്ളവർ എല്ലാവരെയും മനസ്സിൽ കരുതി ഫാത്തിഹയും യാസീനും ഒരുപാട് ആളുകൾ നമ്മുടെ വനിതാ കൂട്ടായ്മയുടെ ആളുകളൊക്കെ ഖത്മുകൾ ഓതിയിട്ടുണ്ട്. ഇന്ന് തങ്ങൾ പാപ്പയുടെ ആണ്ടിനോടനുബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഫാത്തിഹയും യാസീനും ഓതി ഇൻഷാ അല്ലാഹ് ചെറിയ അനുസ്മരണം നമ്മുടെ മൈൻഡ് പ്രസിഡന്റും വേണ്ടപ്പെട്ടവരും നമ്മളെ കുറിച്ച് അനുസ്മരണം നടത്തിയിട്ട് നമ്മൾ ദുആ ചെയ്യാം. എല്ലാവരും മനസ്സിൽ കരുതിയിട്ട് ഓതുക. ഈ ഫാത്തിഹ
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم. تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أأتخذ من دونه آية إن يردني الرحمن بضر لا أغني من إشراكهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. قيل ادخلوا الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع الذين محضرون. وآية لهم الأرض الميتة وهيناها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما ملكت أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. الشمس ينبغي لها أن تدرك القمر والليل سابق النهار وكلهم في فلك يسبحون. وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون. وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه وإن أنتم إلا في ضلال مبين. ويقولون متى هذا الوعد إن كنتم صادقين. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون. فلا يستطيعون توصية ولا إلى أهلهم يرجعون. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. قالوا يا ويلنا من بعثنا من مرقدنا
هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون واليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم نعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط عما يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن يعمله نكس بالخلق فلا يعقلون وما علمناه الشعر ما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويهلك القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب فلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم يروا الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله مولانا العظيم ബഹുമാനികളെ ഇനി അല്പനേരം അനുസ്മരണ സംസാരങ്ങൾ നടക്കുകയാണ്. ആദ്യമായി നമ്മുടെ മഹല്ല് പ്രസിഡന്റും ഈ മഖാമ് ഇതുപോലെ ഒരുപാട് പരിപാലന പ്രവർത്തനങ്ങൾ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തങ്ങന്മാരുടെ സഹായത്തോടുകൂടി നിർവഹിക്കുന്നത് മുന്നിൽ നിന്ന് സിന്ധ ഹസൻ സാഹിബ് അല്പനേരം സംസാരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. السلام عليكم ورحمة الله وبركاته. ഏറെ ബഹുമാനം നിറഞ്ഞ മഹല്ല് ഖത്തീബ് സാലിഹ് ഉസ്താദ്, ഇവിടെ ഇന്ന് ഈ സദസ്സിലേക്ക് ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മുൻ പ്രസിഡന്റ്, മുൻ മഹല്ല് ഖത്തീബ് മുസ്തഫ തങ്ങൾ, വളരെ ബഹുമാനപ്പെട്ട ബിജുബായ തങ്ങളുടെ മകൻ ഹുസൈൻ കോയക്ക, അതുപോലെ തന്നെ ഹബീബുമായി തങ്ങൾ, ആറ്റക്കോയ തങ്ങൾ, ഇമ്പിച്ച തങ്ങൾ, മുൻ പ്രസിഡന്റ് ഹംസാജി, അതുപോലെ എടക്കടിയിൽ നിന്നും വന്നിട്ടുള്ള പൂക്കോയ തങ്ങളുടെ മരുമകൻ സലീം തങ്ങൾ, ഷിഹാബ് മുത്തലി തങ്ങളുടെ മകൻ ഷിഹാബ്, ആലിമാന്റെ മുൻ മഹലിന്റെ മുൻ പ്രസിഡന്റും
ഇന്ന് നമുക്കിന്നിവിടെ ഒത്തുചേരാൻ അവസരം ഉണ്ടായതിൽ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് ഇന്നിവിടെ മുൻപറഞ്ഞ നമ്മുടെ മുൻ മഹലിന്റെ മുൻ പ്രസിഡന്റ് മുസ്തഫ തങ്ങളും ആലി മാസ്റ്ററും. നമുക്കറിയാം മരത്തങ്കോട്ടെ തങ്ങന്മാർ എന്ന പേരിലായിരുന്നു ഇന്നിവിടുത്തെ തങ്ങന്മാരെ അറിയപ്പെടുന്നത്. ഇപ്പോഴും പലരും പറയപ്പെടുന്നത് മരത്തങ്കോട് തങ്ങന്മാരെന്നാണ്. അതിന്റെ കാരണം ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. എൻ്റെ ഉപ്പാടയിൽ നിന്ന് ഞാൻ കുറേ വീടുകളൊക്കെ ചോദിച്ചറിയാറുണ്ട്. അന്നത്തെ കാലത്ത് ഇന്ന് മരത്തങ്കോട് ക്രിസ്ത്യൻ പള്ളി നിലനിൽക്കുന്നത് കോയക്കുട്ടി തങ്ങൾ അല്ലെ, തങ്ങൾ കൊച്ചുകോയ തങ്ങളുടെ പിതാവായ കോയക്കുട്ടി തങ്ങൾ മരത്തങ്കോട് തങ്ങൾ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ മകനാണ് കൊച്ചുകോയ തങ്ങൾ. അതുപോലെ തന്നെ കുഞ്ഞിത്തങ്ങള് ഹബീബ് തങ്ങളുടെ പിതാവായ കുഞ്ഞിത്തങ്ങൾ, പിന്നെ ഒരു സഹോദരിയും. അപ്പൊ അന്ന് അവിടുന്ന് ഇവരായിട്ട് അങ്ങോട്ട് പള്ളിത്തറത്തിലേക്ക് മാറുകയാണ് ഉണ്ടായിരുന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ കാലശേഷം. എന്റെ ഉപ്പ പറഞ്ഞിട്ടുള്ള അറിവ് എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട കൊച്ചുകോയ തങ്ങൾ അന്ന് വളരെ കുറഞ്ഞ വീടുകളാണ് പള്ളിത്തറത്ത് ഈ മഹലിൽ തന്നെ ഉള്ളത്. ഹബീബ് തങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കുറഞ്ഞ വീടുകളാണെങ്കിലും ഒന്നും ഈ രാഷ്ട്രീയ അതല്ലെങ്കിൽ വ്യക്തി പ്രഭാവമൊന്നും ഇല്ലാത്ത കാലത്ത് പന്നിത്തടത്തിന്റെ ഏത് കാര്യത്തിലും ഒരു അവസാന തീരുമാനം എന്ന് പറയുന്നത് തങ്ങൾ ഭാവയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം ഒരു കേസുമായി വന്നാൽ ആദ്യം സമീപിക്കുന്നത് തങ്ങൾ ഭാവനയാണെന്നാണ് എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അതാണ് കാരണം അവിടെ വന്ന് ചോദിക്കും അതെന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ തങ്ങൾ പറയണം അയാൾക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഉദ്യോഗസ്ഥൻ അവിടുന്ന് മടങ്ങിപ്പോകും. കാരണം അത് അദ്ദേഹം വിളിച്ച് സംസാരിക്കും. അദ്ദേഹത്തിന്റെ വീട്ടിലൊരു വലിയ ഹോളുണ്ടായിരുന്നു. കാരണം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനും അവിടുന്ന് അവസാനിച്ച് പോകാനൊക്കെ ഒരു കഴിവുള്ള ഒരു എന്താ പറയാ ഒരു അതോറിറ്റി ആയിരുന്നു ബഹുമാനപ്പെട്ട കൊച്ചുകോയ തങ്ങൾ. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം പഴുതാനയിലായിരുന്നു അദ്ദേഹത്തിന് മറവ് ചെയ്യാനായിട്ട് എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിരുന്നത്. അതിനുശേഷം ഇവിടുന്ന് ഈ മഹലിലുള്ള ആളുകളും ഇവരൊക്കെ നിർബന്ധിച്ചിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ പണിത്തടത്തിൽ മറവ് ചെയ്യപ്പെട്ടത്. അന്നത്തെ കാലത്ത് നമ്മുടെ മഹലിന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്ന മുസ്തഫ തങ്ങളും ആലി മാസ്റ്ററും കൂടെ അന്ന് ഇത്തരം ഒരു സ്ഥല സൗകര്യം മഹലിൽ സയ്യിദന്മാർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുകയും അത് ആ സമയത്ത് അതിൻ്റെതായ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള ഒരു കെട്ടിടമായിരുന്നു. എന്നാൽ അവർ തന്നെ നമ്മളോട് ആവശ്യപ്പെട്ടത് പ്രകാരം നമ്മളുടെ ഈ കാലഘട്ടത്തിലായിരിക്കും അല്ലാഹു തആല വിധിച്ചിട്ടുള്ളത് അത് സംരക്ഷിക്കപ്പെടണം. ഇവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ കുഞ്ഞിത്തങ്ങൾ, അതുപോലെ തന്നെ കൊച്ചുകോയ തങ്ങൾ, കൂടാതെ തന്നെ പൂക്കോയ തങ്ങളുണ്ട്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കാദിയായി സ്ഥാനം തുടർന്നിരുന്ന പൂക്കോയ തങ്ങൾ, അദ്ദേഹത്തിന്റെ മക്കളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ദീർഘകാലം പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നിരുന്ന മുത്തുണ്ണി തങ്ങൾ, അവരൊക്കെ ഇവിടെയാണ് മറവ് ചെയ്യപ്പെട്ടുള്ളത്. മുൻ പ്രസിഡന്റ് മുസ്തഫ തങ്ങൾ, അങ്ങനെ പലരും ഇവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കുഞ്ഞിത്തങ്ങളടക്കം. അപ്പോ വേണ്ട രീതിയിൽ അത് സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു ധാരണ നാട്ടുകാരുടെ ഇടയിലും ഉണ്ടായിരുന്നു. അപ്പൊ അത് പ്രകാരം തങ്ങന്മാർ തന്നെ വിളിച്ചു അത് മഹല്ല് കമ്മിറ്റി ഏറ്റെടുത്ത് അൽഹംദുലില്ലാഹ് അത് സംരക്ഷിക്കപ്പെടണം. അവർക്ക് അത് വരും തലമുറ ഇവർ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. തീർച്ചയായും അത് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള കമ്മിറ്റി അതിന് ശ്രമിക്കുകയും അവരുടെ ശ്രമം കൊണ്ടാണ് ഇന്ന് ഈ ഒരു സാഹചര്യത്തിലേക്ക് ആക്കിയെടുക്കാൻ സാധിച്ചത്. അതിൽ തങ്ങന്മാരൊക്കെ ഒരുപാട് ആളുകൾ സഹായിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. കാരണം ഇതിന് പൂർത്തീകരിച്ചില്ല. ഇത് തേക്കണം, അതുപോലെ തന്നെ ഇതിന് കുറച്ച് വർക്കുകളുണ്ട്. ഇത് ഇവിടുത്തെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ദേശമംഗലത്ത് നിന്നും മമ്മിക്ക എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം ഇവിടെ വന്നു പോകുമ്പോൾ ഞാൻ യാദൃശ്യമായി കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഈ മക്കബറയെ കുറിച്ച് തങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വലുതും അറിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഞങ്ങൾ ചെറുപ്പം പോലെ അറിയണം. നിങ്ങളറിയാത്ത പല കാര്യങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാന്ന് പറയും. പുള്ളി ഇവിടെ സ്ഥിരം വന്നു പോകുന്നുണ്ട് അത്ര. അപ്പൊ അങ്ങനെ പലരും അതിൽ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത് ഇങ്ങനെ കിടക്കുന്നത്, നിങ്ങളെന്താ അതൊന്നും ശരിയാക്കാത്തതൊക്കെ. എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ ഒരു രീതിയിലാക്കാൻ നമുക്കിപ്പോൾ ഇത് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ പണി ഇനിയും പൂർത്തീകരിക്കണം. ഇതിനോട് താല്പര്യം ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ സഹായിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കതൊരു നല്ല രീതിയിലാക്കിയെടുത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയൊരു ആഘോഷമാക്കിയിട്ടൊന്നല്ല. അത് ഒരുപാട് ആളുകൾക്ക് ഒരു അത്താണിയാണ്. അവർക്കൊന്ന് ദുആ ചെയ്ത് പോകാനും അതുപോലെ തന്നെ ഒരു മാനസികമായിട്ടുള്ള ഒരു സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംവിധാനം നമ്മൾ ഈ മാഷടക്കമുള്ള അന്നത്തെ കമ്മിറ്റി ചെയ്തു കൊടുത്തു. അപ്പൊ അത് നിലനിർത്തി കൊണ്ടുപോകണം. എന്തായാലും അല്ലാഹു തആല
അവരുടെയൊക്കെ വർക്കത്ത് കൊണ്ടായിരിക്കണം നമ്മുടെ മഹലിൽ അനുദിനം ഓരോ പ്രവർത്തനങ്ങളിലും നമ്മൾ ഏർപ്പെടുമ്പോൾ ഇതുവരെ ഒന്നും ഒരു പരാജയം നമുക്ക് സംഭവിച്ചിട്ടില്ല. ദിവസം ചെല്ലുന്തോറും നമ്മുടെ മഹലിൽ അഭിവൃദ്ധിയിലേക്കാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞങ്ങളുടെ കാലഘട്ടത്തിൽ, ഞങ്ങളുടെ കമ്മിറ്റിയുടെ കാലഘട്ടത്തിലും മുൻകാല കമ്മിറ്റിക്കാരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഇത് ഇങ്ങനെ ആക്കിയെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള ഒരുപാട് സയ്യിദന്മാർ പല ഭാഗത്തു നിന്ന് എത്തിച്ചേർന്നിട്ട് ആരുടെയും പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരും പറഞ്ഞ സമയത്ത് തന്നെ എത്തി. പിന്നെ കൂടുതൽ ആളുകൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. കാരണം ഇന്നിവിടെ അങ്ങനെ ഗ്രൂപ്പിൽ പറഞ്ഞെങ്കിലും കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിലൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഇതേപോലെയുള്ള സദസ്സുകൾ സംഘടിപ്പിച്ച് നമ്മൾ ഇത് സംരക്ഷിക്കപ്പെടണമെന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഇനി എന്നേക്കാൾ കൂടുതൽ തങ്ങൾ ആരാണ് അല്ലെങ്കിൽ എന്താണെന്ന് പറയാനും കഴിയാൻ ഈ ഒരു സൗകര്യം ഒരുക്കി കൊടുത്ത അന്നത്തെ മഹലിന്റെ സെക്രട്ടറി അലി മാസ്റ്ററുണ്ട്. അദ്ദേഹം ഒന്നുകൂടെ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ വാക്കുകൾ പറയുന്നതായിരിക്കും. എല്ലാവർക്കും മഹലിന്റെ പേരിലും ഇവിടെ വന്ന തങ്ങന്മാർക്കും ഇവിടുത്തെ മാലിന്യങ്ങൾക്കും പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരാൾ നമ്മുടെ അലിക്കുട്ടി മസ്താൻ. അദ്ദേഹം അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. മുഴുവൻ സമയം ഇതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ എപ്പോഴും ഇവിടെ വന്നു പോയി ഇതിനു വേണ്ടിയിട്ട് എപ്പോഴും സംസാരിക്കാറുണ്ട്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു ശക്തിയായിരുന്നു ഈ കാര്യത്തിൽ. അപ്പോൾ അദ്ദേഹം ഇതിന് വളരെ താല്പര്യം കാണിച്ചിരുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ച് സയ്യിദുമാരുമായിട്ടുള്ള വളരെ അടുപ്പം സൂക്ഷിച്ചിരുന്ന ആളാണ് മസ്താൻ. അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് വളരെ ദുഃഖമുണ്ടാക്കുന്നുണ്ട്. എങ്കിലും ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതിനുവേണ്ടി പ്രയത്നിക്കണം. നമ്മൾ ഈ ഒരു മതാവസ്ഥ നിലനിർത്തി തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചുരുങ്ങിയ വാക്കിൽ ഒരു അനുശോചനം ഇത് പങ്കുവെക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അലി മാസ്റ്റർ ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കലും നിന്നിട്ട് പ്രയാസമുണ്ടെങ്കിൽ ഇരിക്കാൻ സൗകര്യമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഖത്തീബും മുദരിസുമായ ഉസ്താദുകളെ, ബഹുമാന്യനായ മഹൽ പ്രസിഡന്റ്, സെക്രട്ടറി മുതൽ കമ്മിറ്റി ഭാരവാഹികളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ സാദാത്യങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി നേരിട്ട് പറയാൻ സമയമില്ല. കൂടാതെ ഈ മഹലിൽ നിന്നും പുറത്തു നിന്നും വന്ന എല്ലാ മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഈ മഹത്തായ ഇന്നത്തെ ഈ സദസ്സ് ഇവിടെ ഒരുമിച്ച് കൂടാനും ഈ സാദാത്യങ്ങൾ ഇവിടെ ഒരുമിച്ച് കിടക്കുന്നത് നമുക്ക് കാണാനും ഒരു പ്രത്യേക കാരണങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇവിടെ മഹാനവറുകൾ, കൊച്ചുപോയത്തങ്ങൾ വഫാത്തായി കിടക്കുന്ന സമയത്ത് അന്നത്തെ മഹല്ല് പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുസ്തഫ തങ്ങൾ. അന്നത്തെ സെക്രട്ടറിയാണ് വിനീതനായ ഞാൻ. ആ സമയത്ത് അദ്ദേഹം ഇവിടെ അതിൻ്റെ അനുഭവസ്ഥർ കുറച്ച് ആൾക്കാർ ഇവിടെ കാണാനുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങൾക്കും കൊച്ചുപോയ തങ്ങൾക്കും ഭാര്യയ്ക്കും ജുമാഅത്ത് പള്ളിയിൽ, അതായത് പഴുതാന മഹലായിരുന്നു അത് ഞങ്ങളുടെയൊക്കെ മഹല്, പഴയ മഹൽ. റോഡിന്റെ ഈ ഇയാളിൽ പോകുന്ന റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മുഴുവൻ വീട്ടുകാരും പഴുതാനക്കും കിഴക്ക് ഭാഗത്തുള്ളവർ മുഴുവനും വെള്ളത്തേരി മഹലുമായിരുന്നു. അന്ന് പഴുതാണെന്ന് വെള്ളത്തേരി അന്ന് നമ്മുടെ പന്നിത്തളത്തിൽ മഹലില്ല, പന്നിത്തറ മഹലൊക്കെ അതിന് ശേഷം ഉണ്ടായത്. അപ്പോഴാണ് കൊച്ചുകോയ തങ്ങൾ, അതിന് മുമ്പത്തെ കുറച്ച് കഥകൾ ഈ മഹലിൽ, അതായത് ഈ ഖബർസ്ഥാനം വരാനുള്ള കഥകളുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറയണ്ട. ഇനിയൊരു അവസരം കിട്ടുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അതെല്ലാവരും മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ അങ്ങനെ പെട്ടെന്ന് ഞങ്ങളിത് തങ്ങൾക്ക് അവിടെ ഖബർ കളച്ചിട്ടുണ്ട്, ഭാര്യക്കും അവിടെ ഖബർ കളച്ച് മണല് നിറച്ചിട്ടിരിക്കുക. അതായത് ഇന്നിപ്പോൾ എല്ലാവർക്കും കാണാവുന്നത് ആ സ്ഥലം മാറ്റമില്ല അറിയില്ല, പഴയ പള്ളിയിൽ, പഴയ പള്ളി താഴ്ത്തി. അത് നമ്മളങ്ങനെ പടിഞ്ഞാടി തിരിഞ്ഞുന്ന ഇടത് വശത്ത് ഒരു മതിൽ കെട്ടിന്റെ ഉള്ളിലായിരുന്നു ആ ഖബർ കളച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ ബഹുമാനപ്പെട്ടവര് വഫാത്തായി കിടക്കുന്ന ആ സമയത്ത് ഞാനും പുസ്തകങ്ങളും മാത്രം അങ്ങനെ അവിടെ ചിന്തിച്ചു, ഇങ്ങനെ തങ്ങൾ ഇപ്പം അങ്ങോട്ട് പോയാൽ അവിടെ കൊണ്ട് മറ വെച്ച് ചെയ്താൽ
നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് സാധാത്യങ്ങളുണ്ട്. ഇവരൊക്കെ ചിന്ന ഭിന്നമായി പല സ്ഥലത്തേക്കും പോയി എന്ന് വരാം. ചില ആൾക്കാർ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ബീവിമാരും അതാത് സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നാട് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റിപ്പോയ ആ സംഘന്മാർ അങ്ങോട്ട് പോകുമെന്ന് എന്നൊക്കെ പലതും വന്നുകൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ മഹലിൽ ഏറ്റവും കൂടുതൽ സാധാത്യങ്ങളുള്ള ഒരു മഹലായതുകൊണ്ട് നമുക്കിത് തങ്ങളെ അങ്ങോട്ട് പഴുതാനൊക്കെ പറഞ്ഞേക്കാൻ പാടില്ല, അവിടെ കൊണ്ടുപോകാൻ ചെയ്യാൻ നമുക്കത് സാധ്യമല്ല എന്ന് ഞാൻ നിർബന്ധമായും പുസ്തകങ്ങളെ അറിയിക്കുകയും ഞങ്ങൾ ചിന്തിച്ചു എന്തു വേണമെന്ന്. അടിയന്തരമായി ഞങ്ങൾ അന്ന് കിട്ടാവുന്ന ആൾക്കാരെയും നാട്ടിലുള്ള കാരണവന്മാരെയും കിട്ടാവുന്ന ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടി രാത്രി ഒരു അടിയന്തര ജനറൽ എന്ന് പറയണം, അത്രയും ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ എന്ത് ചെയ്യണമെന്ന്. അന്ന് സത്യത്തിൽ ഇവിടെ ഒരു ഖബർസ്ഥാനം ഉണ്ട്, ഇവിടെ നിലവിലൊരു ഖബർസ്ഥാനം ഉണ്ട്, അതിന്റെ കഥ പിന്നെ പറയാം. അതിനുള്ള ഒരു പോംവഴി അന്ന് ഞങ്ങൾ ആലോചിച്ച് ചിന്തിച്ചപ്പോൾ സാധാത്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഖബർസ്ഥാനിൽ നിന്ന് കുറച്ച് സ്ഥലം മാറ്റിയിടുക, എല്ലാ സാധാത്യങ്ങളെയും നമ്മുടെ മഹലിൽ ഇപ്പോഴുള്ളതും ഇനി ഉണ്ടാകാൻ പോകുന്നതുമുള്ള സാധാത്യങ്ങളെയും തങ്ങന്മാരെയും ഇവിടെ മറവ് ചെയ്യാനുള്ള ഒരു ബൗണ്ടറി ആക്കി നമ്മൾ മാറ്റിയിടുക. അവിടെ ആദ്യമായിട്ട് കൊച്ചുകായത്തങ്ങളെ മറവ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ അന്നത്തെ യോഗം തീരുമാനിക്കുകയും അടിയന്തരമായി തങ്ങന്മാരെ അന്നുള്ള തങ്ങന്മാരെ അറിയിക്കുകയും അതിനൊക്കെ സാക്ഷിയാണ് നമ്മുടെ കൊച്ചുകായത്തങ്ങളുടെ മകളുടെ മൂത്ത മകൻ ഉത്സവത്തങ്ങൾ. ഏറ്റവും കൂടുതൽ എനിക്ക് കൂടുതൽ ഏറ്റവും ബഹുമാനവും അടുപ്പവും മാനസികമായി എല്ലാ നിലക്കുമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ വിവരങ്ങൾ അവരെ അറിയിക്കുകയും പഴുതാന മഹലുമായി അടിയന്തരമായി അന്ന് രാത്രി പോയി ബന്ധപ്പെടുകയും അങ്ങനെ പഴുതാന മഹലുകാർ അത് സമ്മതിക്കുകയും സമ്മതിപ്പിച്ച് എന്നാണ് പറയുന്നത്, സമ്മതിപ്പിക്കുകയും ഇവിടെ ഒരു അപ്പോൾ തന്നെ രാത്രി വന്ന് ഒരു സ്ഥലം 5 സെന്റ് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 സെന്റ്, ഇപ്പൊ നടന്നു നോക്കിയിട്ട് അത്ര ഇല്ലെങ്കിൽ അത് ആരും വിവാദം ഉണ്ടാക്കണ്ട, ഈ മഴക്കെട്ടിനുള്ളിലുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറ്റിയടിച്ച് കൊടുക്കുകയും ഇവിടെ മഹാനവർക്ക് അവർ രാത്രി സമയം ഖബർ കടത്തി പിറ്റേ ദിവസം ഇവിടെ മറവ് ചെയ്യുകയുണ്ടായത്. ഇതാണ് ഇതിന്റെ ഉത്ഭവം. ഇവിടെ ഇങ്ങനെ തങ്ങന്മാർക്കൊരു ഖബർസ്ഥാൻ ഇവിടെ വരാനുള്ള കാരണമാണ്. പിൽക്കാലത്തുണ്ടായ ചെറുപ്പക്കാര് അതിനെ കുറച്ച് പറ്റി മുഴുവൻ അറിവില്ലാത്ത കുറെ ആൾക്കാർ കുറച്ച് ആൾക്കാരൊക്കെ അതിനെ പറ്റി ഞങ്ങളെ ആക്ഷേപിക്കുകയും എന്തിനാണ് ഇപ്പം അങ്ങനെ ചെയ്തതെന്നും പറയാനുണ്ടായിട്ടില്ല. നമുക്ക് ആൾക്കാരെ പുറത്തു കൊടുക്കട്ടെ, അത്രയും നമുക്ക് അതിനെ പറ്റി അറിയാതെ. അങ്ങനെയാണ് ഇവിടെ ഒരു സാധാത്യങ്ങളുടെ ഒരു ഖബർസ്ഥാൻ ഇവിടെ ഉണ്ടാകാൻ. അങ്ങനെ ആദ്യമായാണ് ഇവിടെ കൊച്ചുകോയത്തങ്ങളെ മറവ് ചെയ്ത് ഈ ഖബർസ്ഥാനിൽ ആദ്യമല്ല, ഇവിടെ ഈ സാധാത്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം മറവ് ചെയ്തിട്ടുള്ളത് കൊച്ചുകോയത്തങ്ങൾ. അതിനുശേഷം മൂപ്പര് ഭാര്യ, അങ്ങനെ തുടർന്നുകൊണ്ട് മൂത്ത മകൻ പിന്നെ പൂക്കോയത്തങ്ങൾ തുടങ്ങി മൂത്ത മകൻ ഇവിടെ വെളിയങ്കോട് വെച്ചിട്ടാണ് മരിച്ചത് കുഞ്ഞുക്കോയ. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ മറവ് ചെയ്തത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന മുഴുവനും സാധാത്യങ്ങളും ഈ ബൗണ്ടറിയിൽ ഉണ്ടാവണം. ഇവിടെ നിന്ന് അറിയുമ്പോൾ അപ്പാൽക്കാലേക്ക് അതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്താ വേണ്ടത് അന്നുള്ളവർ ആലോചിച്ചോളൂ. ഇനി അന്ന് ജീവിച്ചിരിക്കുന്നവർ എല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെയാണ് ഇവിടെ സാധാത്യങ്ങൾ കൊണ്ടുപോകുന്നത്. പിൻകാലത്ത് പുസ്തകത്തങ്ങളെ ഇവിടെ ഇങ്ങനെയുള്ള ചില അസ്വസ്ഥതകൾ ഉണ്ടായത്, സംസാരങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പുസ്തകത്തങ്ങൾ എന്നെ വിളിച്ചു ദിവസം പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്നെ ഇവിടെ പറയില്ല, എന്താ കാരണം അല്ല ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇതിപ്പോ ഈ മഹലിന്റെ മൊത്തമായ ഒരു സ്ഥലത്ത് നിന്നല്ലേ സാധാത്യങ്ങൾ ഇത് കൈവച്ച് വെച്ചത്. അപ്പൊ അതുകൊണ്ട് എനിക്കത് കൊണ്ടുവരുന്നത് ഇതായിട്ട് പോകുന്നില്ല. ഇപ്പം ഈ നാട്ടുകാരുടെ മുഴുവൻ ആൾക്കാരുടെ സമ്മതത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടിയിട്ട് ഇന്നും അത് സംരക്ഷിക്കണതിന്റെ സമ്മതത്തില്ലേ. പിന്നിപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത് നിങ്ങൾക്ക് പുറത്തു പോയാൽ പിന്നെ ഞങ്ങൾ പിന്നെ അത് സംഭവിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുക സംഭവിക്കില്ല. അങ്ങനെയാണ് മുൻപൊരു അവസാനം മൂത്രമാരൻ ഷാബിനെ വിളിച്ച് പറഞ്ഞു, 4 വർഷമുള്ള പറയുന്നത് പോലെ വിളിച്ച് കുഴപ്പമില്ല. അങ്ങനെയാണ് ഒരു മരണപ്പെട്ടത്. കാരണം അത് പറയാൻ കാരണം എന്താ വെച്ചാൽ അവർക്ക് വെള്ളത്തിൽ ഒരു ഹാസായ ഒരു സ്ഥലമുണ്ട്. അതായത് ഉത്സവങ്ങളുടെ പിതാവിന് മുതലായ ആൾക്കാർ
കുഞ്ഞുങ്ങൾക്ക് അവിടെ ഒരു പ്രത്യേക സ്ഥലം ഖബർസ്ഥാനുണ്ട്. അവിടെ 1-2 കുട്ടികളെ ചെറിയ കുട്ടികളെ മറ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ പറയുന്നതിന് മുമ്പിൽ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഞാൻ ചോദിച്ച മുമ്പ് നിങ്ങൾ ഇപ്പം അടക്കം ഇവിടെ കിടക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് കൊടുക്കും, അതൊന്നും ശരിയാവില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മുസ്തഫ തങ്ങളെ നിർബന്ധമാകുമ്പോൾ ഇവിടെ പറയുന്നത്. അങ്ങനെ പ്രത്യേക മൂപ്പര് മരണപ്പെട്ടു, മൂപ്പർക്ക് അർഹതപ്പെട്ട ഒരു സ്ഥലത്ത് മൂപ്പര് മറവ് ചെയ്യണം എന്നുള്ള നിർബന്ധം കൂടിയാണ് ഈ കടക്കുന്ന സ്ഥലത്ത് ഇവിടെ തന്നെ മറവ് ചെയ്യാൻ കാരണം. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു രഹസ്യം. അള്ളാഹു തആല നിശ്ചയപ്രകാരമായിരിക്കും അത്. അതൊക്കെയാണ് അതിൻ്റെ സ്ഥലം. അപ്പോൾ ഓരോരുത്തർക്കും അർഹതപ്പെട്ട സ്ഥലത്ത് ഓരോരുത്തർ കിടക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഇനിയും ഇൻഷാ അല്ലാഹ് ഇതൊക്കെയാണ്. പിന്നെ ഈ മഹല്ലിന്റെ ആവിർഭാവം മുതൽക്ക് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അതിപ്പോൾ പറയാൻ സമയമില്ല, സമയം വൈകി പോയിരിക്കുകയാണ്. ഈ ഖബർസ്ഥാൻ ഉണ്ടാവാൻ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച ഒരാളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ബർമ്മ. നമ്മളെ എപ്പോഴും ഓർക്കണ്ട, ഈ മഹല്ലുകാരും എപ്പോഴും ഓർക്കേണ്ട സ്ഥലം. കാരണം ഈ സ്ഥലം മുഴുവൻ ബർമ്മക്കാണായിരുന്നു. ഇവിടെ മുത്തുവിൻ്റെ സുരേഖാണ് ഇരുന്ന സ്ഥലം മേടിക്കുന്നതല്ല. സുരേഖാണ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉമ്മർക്കാന്റെ ഉമ്മർക്കാട് ശേഷം അവിടെ അതുവരെ അതിർത്തി വരെ ബർമ്മ സ്ഥലമായിരുന്നു. അങ്ങനെ ഈ സ്ഥലം നമ്മുടെ മഹല്ലിൽ, അതായത് ഇവിടെ നമുക്കൊരു ഖബർസ്ഥാൻ വേണം എന്നുള്ള ബർമ്മക്കാണ് ഇതിൻ്റെ ആദ്യം ഉത്ഭവം തുടക്കമിട്ടു. അദ്ദേഹം അന്ന് ബർമ്മ കമ്മിറ്റി പ്രൊഫസറാണ്. അങ്ങനെ മുമ്പിൽ അന്ന് മുതിർന്ന ആൾക്കാരായിരിക്കാം ഈ നാട്ടിലുള്ള എല്ലാ തലമൂത്ത കാരണന്മാരും കൂടി ഉണ്ടാക്കിയ ഒരു മഹലാണ്. നിസ്സാരമല്ല. അന്ന് ഞങ്ങളെ ഏറ്റവും ചെറുതാണ്. ഞാൻ മുസ്ലിം ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരെ അത്ര ഞങ്ങൾ രണ്ടാൾ പിടിച്ച് ഇതിന്റെ പ്രസിഡന്റ് നോക്കി പലരും ചോദിച്ച് ചെറിയ ചെക്കന്മാരെ പിടിച്ചു നോക്കിയത്. അപ്പോ ഇവിടെ നമ്മുടെ രണ്ടത്തേക്ക് ഇതിനൊക്കെ പറഞ്ഞു തന്നിട്ട് അവരതിന് അർഹതപ്പെട്ടവരാണ്, ആരേടവരുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പിൽ കുറെ പാടാണ്. അങ്ങനെയൊക്കെ ആ കഥകൾ വരുന്നത് പലതുണ്ട്, അതൊന്നും പറയണ്ട. അങ്ങനെയാണ് ബാബു കുഞ്ഞോനക്കാടെ ഒരൊറ്റ നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടാണ് ഈ സ്ഥലം മഹല്ല് കമ്മിറ്റി ആദ്യം മേടിച്ചിട്ട് ഖബർസ്ഥാൻ വേണമെന്നും ഇവിടെ അതിന് ശേഷം പള്ളി ഉണ്ടായതും അങ്ങനെയൊക്കെയുള്ള കഥകൾ ഇവിടെ പലതുണ്ട്. മനസ്സിലായ അന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങളും ഞാൻ എൻ്റെ പത്രമൊന്നും പറയല്ല, ഞാനും അതിനൊപ്പം നിന്ന് പ്രവർത്തിച്ച് അൽഹംദുലില്ലാഹ് നമുക്ക് ഇതുവരെ ആയി. അല്ലാഹു തആല എനിക്ക് ഇതുവരെ ആയുസ് തന്ന്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടും സാധാരണങ്ങൾക്ക് വേണ്ടി എല്ലാവരും ചെയ്യുകയും ഇൻഷാ അല്ലാഹ് മറ്റൊരു കാര്യം കൂടി ചെറുതായി അറിയിക്കാറുണ്ട്. ഞാനും എൻ്റെ കാര്യവും കൂടി ഈ അടുത്ത ദിവസം പരിശുദ്ധമായ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് പക്കത്തേക്ക് പോവുകയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇതെല്ലാവരുടെയും ഒരു അനുവാദമായി സമ്മതമായി നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് ഈ മഹല്ലിലുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമയം കുറച്ച് അധികരിച്ചു. ദുആ ചെയ്ത് പിരിയ എല്ലാവരും ചെയ്തിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. കഴിച്ചിട്ട് വേണം പോകാൻ. ഇനി ആർക്കും സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല. ചുരുങ്ങിയ വാർത്ത പറഞ്ഞു നമുക്ക് സമയം വൈകുന്നുണ്ട്. പെട്ടെന്ന് ദുആ ചെയ്യാം. എൻ്റെ സാധാരണ എൻ്റെ സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ നാടിൻ്റെ വിളക്ക് നാടമായി സയ്യിദ് കൊച്ചുവാഴ് തങ്ങൾ അടക്കമുള്ള സാദാത്തുക്കളെ നമുക്ക് തന്നു എന്നത്. ഈ സാദാത്തുക്കൾ അവർ ഉന്നതന്മാരാണ്. ഓരോരുത്തരും അള്ളാഹു അവർക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്കുള്ള നേട്ടം ചില്ലറയല്ല എന്ന് മനസ്സിലാക്കണം. കാരണം ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുകയാണ്. അഥവാ യാ അഹ്ല ബൈത്ത് റസൂലില്ലാഹി ഹുബ്ബുകും ഫർദുൻ മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു
യക്ഫീകുമു മിൻ അദീമിൽ ഫഖ്രി അന്നകുമു മൻ ലം യുസല്ലി അലൈക്കും ലാ സ്വലാത്ത ലഹു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക എന്നത് ഖുർആനിൽ നിർബന്ധമാക്കി എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൽ ഫضل? അൽഹംദുലില്ലാഹ് ഏകദേശം ചരിത്രങ്ങളൊക്കെ ഇവിടെ പറയപ്പെട്ടു. മഹാനായ സയ്യിദ് കൊച്ചുവേ തങ്ങളെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മുടെ കേരളത്തിലെ സാദാത്തുക്കളിൽ നിന്നുള്ള ആദ്യത്തെ ബാർക്കവിയാണ്. ഒരു ആലിമായ ഒരു സയ്യിദാണ്, സാധാ ഒരു സയ്യിദല്ല, ആലിമായ ഒരു സയ്യിദാണ്. എനിക്ക് സ്നേഹത്തോടു കൂടി എൻ്റെ പ്രിയപ്പെട്ട ഈ നാട്ടുകാരായ സാദാത്തുക്കളോട് പറയാനുള്ളത്, നമ്മളുടെ പേരമക്കളെയെങ്കിലും നിങ്ങൾ ഇൽമിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച് ആലിമീങ്ങളായ ഒരുപാട് സയ്യിദന്മാർ ഈ നാടിന് വേണം. ഇൻഷാ അല്ലാഹ് ഈ സദസ്സതിനൊരു കാരണമാകണം. നമ്മുടെ നാടിൽ ഇന്ന് ആലിമീങ്ങളായ സാദാത്തുക്കളുണ്ടോ എന്ന് സംശയമാണ്. എൻ്റെ ഓർമ്മയിൽ വളരെ അപൂർവം ആളുകൾ മാത്രമേ ഉള്ളൂ. ആ മാർഗത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയും ഈ നാടിൻ്റെ വിളക്കാണവർ. ഓൾറെഡി അവരുടെ ഹൃദയത്തിൽ വിളക്ക് അത് കത്തിക്കൊണ്ടിരിക്കുക. ആ കത്തിയതിനെ പ്രകാശിപ്പിച്ചാൽ മതി. നമ്മളൊക്കെ കത്തിച്ചിട്ട് വേണം പ്രകാശിപ്പിക്കാൻ. അപ്പൊ കത്തി നിൽക്കുന്നവരൊന്നാണ് പ്രകാശിപ്പിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾക്കൊക്കെയുള്ള ഒരു പിൻബലവും ഞങ്ങളെ പ്രതീക്ഷയുമാണ് സാദാത്തുക്കൾ. അവരുടെ മക്കളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഹബീബ് നമ്മളോട് ഏതൊന്നാണോ എടുക്കാൻ കൽപ്പിച്ചത് അനന്തരമായി അതിലേക്ക് അവരെ പ്രേരിപ്പിച്ച് ആ മാർഗത്തിലേക്ക് സയ്യിദന്മാരുടെ പേരക്കുട്ടികളെ കടത്തി പ്രവേശിപ്പിച്ച് അവരെ പ്രേരിപ്പിച്ച് ഈ നാടിനെ ഒരു പ്രകാശമുള്ള ഒരു അഭിവൃദ്ധിയുള്ള മഹല്ലാക്കി മാറ്റണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വാഹുദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഇനിയും ഒരുപാട് സാദാത്യങ്ങളും ഉസ്താദുമാരും ഒക്കെയുണ്ട്. നമ്മുടെ ഈ വർഷം ചുരുങ്ങിയ സമയത്ത് ഇത് ഒതുക്കണം എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യ സംവിധാനം ചെയ്യാൻ പറ്റാതിരുന്നത്. ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ നാടിൻ്റെ വെളിച്ചമായി, അതുപോലെ തന്നെ നാട്ടുകാർക്ക് ഏറെ ഈമാനികമായ ഉയരാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ ക്രമീകരിച്ച് നമുക്ക് നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ കൊച്ചുകോയ തങ്ങൾ നമ്മുടെ ഈ നാടിൻ്റെ വിളക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞത്, കുല്ലാ അസ്അലുക്കും അലൈഹി അജ്റ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. ഞാൻ ഈ നന്മയുടെ വെളിച്ചം നിങ്ങളിലേക്ക് പ്രബോധനം നൽകുന്നതിന് പകരമായി ഒന്നും നിങ്ങളോടൊരു കൂലിയൊന്നും ചോദിക്കുന്നില്ല, എൻ്റെ കുടുംബത്തോടുള്ള സ്നേഹമില്ലാതെ. ഇതാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഈ മഹത്തുക്കളെ നമ്മൾ അറിയണം, നമ്മൾ സ്നേഹിക്കണം. ഈ മഖാമ് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ വലിയൊരു പേടിയുണ്ടായിരുന്നു, ഇതിനോടുള്ള ഈ അളമത്ത് നിലനിർത്താൻ സാധിക്കുന്നില്ലല്ലോ എന്ന്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സാദാത്യങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ആഗ്രഹിച്ചത് പ്രകാരം നമ്മുടെ മഹലിൻ്റെ കമ്മിറ്റി ഭാരവാഹികളെ വിളിച്ച് ഇത് കമ്മിറ്റി ഭാരവാഹികൾ അതാത് കാലത്ത് വരുന്ന കമ്മിറ്റി ഭാരവാഹികൾ ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. അതിനുവേണ്ടി മുന്നോട്ട് പോയി. ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ ഉറൂസ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടങ്ങി വെച്ചിരിക്കുകയാണ്. കൊച്ചുവാഴ്ത്തങ്ങൾ നമുക്കേറെ കടപ്പെട്ടവരാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിൻ്റെ പരിപാലനങ്ങൾ നടക്കുകയാണ്, പൂർണ്ണമായിട്ടില്ല. അതിനുവേണ്ടി സഹായിച്ച ഒരുപാട് തങ്ങന്മാരൊക്കെയുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ രാത്രി വളരെ വൈകിട്ട് വരെ ഇവിടെ ഇതിൻ്റെ ക്ലീനാക്കാനും മറ്റുമൊക്കെ നിന്ന കമ്മിറ്റി ഭാരവാഹികൾ ഓരോരുത്തരെയും ഓർക്കുന്നു. അല്ലാഹു അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകട്ടെ. ഈ മഖാം ഏറെ നല്ല നിലയിൽ പരിപാലിക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിത്വമായിരുന്നു ആലിക്കുട്ടി മസ്ലാൻ. അല്ലാഹു അവരിവിടെ വന്ന് കടന്നിട്ടുള്ള ആദ്യത്തെ ഉറൂസ് കൂടിയാണ്. അതിൻ്റെ ഒരു മാർഗം കൂടിയായിരിക്കും എന്ന് തോന്നുന്നു. അല്ലാഹു അവരുടെ ഖബറിലേക്കും ഇതിൻ്റെയൊക്കെ മറ്റൊരു സവാബിനെ എത്തിച്ചു കൊടുക്കട്ടെ. ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തിട്ട് അവസാനിക്കാം. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة النبي محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته.
وارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا غدا تحت ظل لوائه المعقود. اللهم وإلى حضرات أرواح آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات ساداتنا البدريين والهديين والخندقيين والتبوكيين وسائر الصحابة والصحابيات كلهم أجمعين. اللهم وإلى حضرات أرواح سائر الأنبياء والأولياء والعلماء والعظماء والشهداء والزهاد والصديقين والصالحين خصوصا منهم إلى حضرة روح سيدنا سيد محمد كوچبوي تنقل دفن في هذه البقعة المباركة قدس الله سره العزيز. اللهم وإلى حضرات أرواح ساداتنا الذين دفنوا في هذه البقعة. اللهم وإلى حضرات أهل الخير كلهم أجمعين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم. اللهم أعلِ درجاتهم في الجنة. اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا وأقض ديوننا واقض حوائجنا واشف أمراضنا ودفع بلياتنا يا رب العالمين. اللهم افتح لنا أبواب الرحمة والبركة والنعمة والهداية والسلامة والسكينة والأمن والسرور يا ذا الجلال والإكرام. ربنا عليك توكلنا وإليك أنبنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. റഹ്മാനായ ഖാലിഖായ റാസിഖായ മാലിക്കായ അല്ലാഹ് ഞങ്ങളുടെ ഈ നാടിനെ ഇസ്ലാമികമായി ചിട്ടപ്പെടുത്തി തരികയും ഈ നാടിന്റെ വിളക്കാവുകയും ചെയ്ത മഹാനായ സയ്യിദ് കൊച്ചുകോയ തങ്ങളുടെ 46ാമത്തെ ആണ്ടിനോടനുബന്ധിച്ചാണ് ഈ ജമാഅത്തുൽ ആഖിർ മാസത്തിൽ 21-ന് അവിടുത്തെ ഖബറിനരികിൽ വന്ന് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഇവിടെ വന്ന് ഓതിയതും ഞങ്ങൾ ചൊല്ലിയതും ഞങ്ങൾ പറഞ്ഞതും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളും ഒക്കെ സ്വീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ മഹാനവരുടെ ദറജകളെ വർദ്ധിപ്പിക്കണമേ അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടമുള്ള അവിടുത്തെ തൃപ്തിയുള്ള ആളുകളിൽ പിന്മുറക്കാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹ് ഇവിടെ കിടക്കുന്ന മഹാന്മാരായ സദാത്യങ്ങളുടെ ഒക്കെ ദറജകളെ വർദ്ധിപ്പിക്കണമേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് ലോകത്ത് മുഴുവൻ മഹദി മഹാന്മാരുടെ ഹദറത്തിലേക്കും എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. അവയുടെയൊക്കെ മഹത്വങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ദുആഇന് ഉത്തരം നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ ഈ ആണ്ടു നേർച്ചയുടെ പരിപാടിക്ക് വേണ്ടി ആരൊക്കെ ചിന്തിച്ചുവോ ആരൊക്കെ പ്രവർത്തിച്ചുവോ ആരൊക്കെ സഹായിച്ചുവോ അല്ലാഹുവേ ഈ മഖാമിന്റെ പരിപാലനത്തിന് വേണ്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ആരൊക്കെ സാമ്പത്തികമായി സഹായിച്ചുവോ സാദാത്യങ്ങളിൽ നിന്ന് അല്ലാഹുവേ അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകണമേ റഹ്മാനെ. കൊച്ചുപോയ തങ്ങളിലൂടെ വലിയ കാവൽ നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ തമ്പുരാനെ ഇനി ഓരോ വർഷവും നല്ല രീതിയിൽ തന്നെ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രീതിയിൽ ഈ മഹല്ലിലെ ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി പരിസര മഹല്ലുകളിലുള്ള ആളുകളെയും ഒരുമിച്ച് കൂട്ടി വിപുലമായ ആണ്ടുനേർച്ച പരിപാടികളൊക്കെ നടത്താൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ റഹ്മാനെ. അതിലൂടെ ഈമാനീകമായ വെളിച്ചം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ അല്ലാഹ്. ഇസ്ലാമീകമായ കരുത്തും ചിട്ടയും ക്രമവും കൂടുതൽ കരുപ്പിടിപ്പിച്ച് തരണമേ റഹ്മാനെ. അല്ലാഹ് നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുവേ തമ്പുരാനെ മഹാനായ കൊച്ചുപോയ തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിയും അവിടുത്തെ മക്കളാകുന്ന പൂക്കോയ തങ്ങളും മത്തുണ്ണിത്തങ്ങളും അതുപോലെ തന്നെ അസ്ഹരിത്തങ്ങളും അല്ലാഹുവേ അതുപോലെ തന്നെ കുഞ്ഞിത്തങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ഈ മഹല്ലിന്റെ പ്രഥമ പ്രസിഡന്റായ മുസ്തഫ തങ്ങളും അടക്കമുള്ളവർ എല്ലാവരുടെ ഹദറത്തിലേക്കും ഇതിന്റെയൊക്കെ മിഥില സവാദിനെ എത്തിച്ചു കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ തമ്പുരാനെ ഈ തങ്ങന്മാരോടുള്ള ആദരവ് കൊണ്ട് മഹബ്ബത്ത് കൊണ്ട് അവർ ഇവിടെ കിടക്കണമെന്ന് ആഗ്രഹിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചവരാരൊക്കെയാണോ അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകണമേ അല്ലാഹ്. അല്ലാഹുവേ തമ്പുരാനെ റഹ്മാനെ സുബ്ഹാനെ ഞങ്ങളുടെ ഈ പന്നിത്തടം മഹല്ലിൽ അതുപോലെ പരിസരത്തും ഇവരിലൂടെയുള്ള ആത്മീയ വെളിച്ചം നീ നിലനിർത്തണമേ റഹ്മാനെ. ഇനിയും ഒരുപാട് ഉന്നതങ്ങളിലേക്ക് കൊച്ചുപോയ തങ്ങളുടെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ മഹല്ലിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ സൗഭാഗ്യം നൽകണമേ റബ്ബേ. മനോഹരമായ പള്ളി നിർമ്മിക്കാൻ നീ ഞങ്ങൾക്ക് അവസരം തന്നു അല്ലാഹുവേ. അതിനു വേണ്ടി സഹായിച്ചവരുണ്ട്, ലക്ഷ്യങ്ങൾ നൽകിയവരുണ്ട് അല്ലാഹുവേ, ചെറുതും വലുതുമായി നൽകിയവരുണ്ട്, അതിന് ഓടി നടന്ന് ഉറക്കമഴിച്ച് പ്രവർത്തിച്ചവരുണ്ട്. എല്ലാവർക്കും ഉന്നതമായ പ്രതിഫലം നൽകണമേ റഹ്മാൻ.
ഖബർസ്ഥാനത്ത് ക്രമപ്പെടുത്താൻ ബർമ കുഞ്ഞുമോനാജിയുടെ ആ ഒരു വലിയ ശ്രമത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സഹായത്തെക്കുറിച്ചും പറഞ്ഞു മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ അല്ലാഹുവേ. ഞങ്ങളുടെ ഈ പള്ളിയിലേക്ക് ഒരുപാട് ആളുകൾക്ക് ഇബാദത്തിന് വരാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന പ്രധാന വഴി അല്ലാഹുവേ, അവിടെ ആർച്ച് നിർമ്മിക്കുവാനും സൗകര്യപ്രദമായ സ്ഥലം നൽകുവാനും ചുരുളിയിൽ മോനുക്ക വളരെ സന്തോഷത്തോടു കൂടി വന്ന് പറയുകയുണ്ടായി. അല്ലാഹുവേ, അതെല്ലാം നീ ശരിപ്പെടുത്തി തരികയും വളരെ മനോഹരമായി അവിടെ വഴി രൂപപ്പെടുത്തുകയും ഞങ്ങളുടെ പള്ളിയിലേക്ക് കൂടുതൽ ആളുകളെ ഇബാദത്തിൽ വരാൻ അല്ലാഹുവേ നിന്റെ ഇബാദുകളെ ആകർഷിപ്പിക്കാൻ ഈ വഴി ഒരുക്കണമേ റഹ്മാനെ. അദ്ദേഹത്തിന് അതിനുള്ള വലിയ പ്രതിഫലം നൽകണമേ റബ്ബേ. അതുപോലെ ഈ പള്ളിക്ക് വേണ്ടി മഹല്ലിന് വേണ്ടി ആരൊക്കെ സഹായിക്കുന്നുവോ സഹകരിക്കുന്നുവോ കഷ്ടപ്പെടുന്നു അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകണമേ അല്ലാ. കൊച്ചുകോയ തങ്ങളുപ്പാപ്പയുടെ ആണ്ടാണെന്ന് അറിഞ്ഞപ്പോൾ ഹത്തുമകൾ ഓടി തീർത്ത സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അതെല്ലാം നീ സ്വീകരിക്കുകയും അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകുകയും ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അല്ലാ. ഞങ്ങളിലുള്ള രോഗികൾക്ക് ശിഫ നൽകണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റുമുള്ള കബറാളികളുള്ളവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി സ്വർഗം നൽകണമേ അല്ലാ. ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് സ്വർഗം നൽകണമേ റബ്ബേ. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിന്റെ താഴത്തിലായി നൽകണമേ റഹ്മാനെ. അല്ലാ, ഞങ്ങളെ മക്കളെ സാലിഹീകളാക്കണമേ റബ്ബേ. കൺകുളിർമയുടെ മക്കളാക്കണമേ റബ്ബേ. അല്ലാഹുവേ, തമ്പുരാനെ മക്കളുടെ പഠനത്തിൽ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയവും സ്ഥാനവും നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലിലുള്ള പള്ളികൾ മദ്രസകൾ അതിനെയൊക്കെ ഉന്നതിയിലേക്ക് ഉയർത്തണമേ റബ്ബേ. അതിനൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്ന കമ്മിറ്റി ഭാരവാഹികളുണ്ട്, ഉസ്താദുമാരുണ്ട്. അവർക്കൊക്കെ നീ ഖൈറ് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സദസ്സിൽ ദുആയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകണമേ റഹ്മാനെ. ഒരുപാട് സാദാത്യങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, കമ്മിറ്റി ഭാരവാഹികളുണ്ട്, മുൻകാല കമ്മിറ്റി ഭാരവാഹികളുണ്ട്, സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, ഇന്നത്തെ ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർക്ക് ശീർഷ നൽകുന്നവരുണ്ട്. എല്ലാവർക്കും ഉന്നതമായ പ്രതിഫലം നൽകണമേ റബ്ബേ. ഞങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. പ്രത്യേകിച്ച് പ്രവാസികളായ സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണമേ റഹ്മാനെ. ആരൊക്കെ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റബ്ബേ. ഞങ്ങളുടെ ദുആഇന് ഉത്തരം നൽകണമേ റഹ്മാനെ. സ്വീകരിക്കണമേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ برحمتك يا أرحم الراحمين وبفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم صل على جميع المرسلين. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ മഖാമുമായി ബന്ധപ്പെടണമെന്നും ഒരുപാട് ആളുകൾക്ക് സിയാറത്തിന് പ്രേരണ നൽകണമെന്നും അവർക്ക് കൂടി വിളിച്ചുണ്ടാകണമെന്നും അറിയിക്കുന്നു. ദുആയിൽ പരസ്പരം ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനം നിറഞ്ഞ സയ്യിദന്മാരെ, ഖത്തീർ ഉൾപ്പെടെയുള്ള ഉസ്താദുമാരെ, മഹല്ല് പ്രസിഡന്റ്, കമ്മിറ്റി ഭാരവാഹികളെ, ബ്രാഞ്ച് ഭാരവാഹികൾ, ഉസ്താദുമാരെ, നല്ലവരായ നാട്ടുകാരെ, അൽഹംദുലില്ലാഹ് വളരെ നല്ലൊരു ചടങ്ങ് നമ്മളിവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഈ വിഷയം സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടി നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് കമ്മിറ്റിക്ക് വേണ്ടി ഈ സമയത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത സയ്യിദന്മാര്, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സയ്യിദന്മാര്, അതുപോലെ തന്നെ മറ്റൊക്കെ മഹല്ലിൻ്റെ ഭാരവാഹികൾ, ബ്രാഞ്ച് ഭാരവാഹികൾ, കമ്മിറ്റി ഭാരവാഹികൾ, മുൻ ഭാരവാഹികൾ, ഉസ്താദുമാർ, എല്ലാ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ് ഞങ്ങൾ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.